Welcome once again to the reading and analysis of the poem, the slam poem, What's Like to Be Transgender, written by Lee Mokobe. In this session, we will be analyzing the poem and try to understand the meaning of the poem. Shall we begin? Okay. The first time I uttered a prayer was in a glass-stained cathedral. I was kneeling long after the congregation was on its feet, dipped both hands into holy water, traced the Trinity across my chest, my tiny body dropping like a question mark all over the wooden pew. I asked Jesus to fix me, and when he did not answer, I befriended silence in the hope that my sin would burn and slave my mouth would dissolve like a sugar on tongue. But shame lingered as an aftertaste, and in an attempt to reintroduce me to sanctity, my mother told me of the miracle I was, said I could grow up to be anything I want. I decided to be a boy. It was cute. I had snapped back toothless grin, used skinned knees as street crip, played hide and seek with what was left of my goal. I was it. ഞാൻ ആദ്യം പ്രാർത്ഥിച്ചത് ചിത്രങ്ങൾ വരച്ച ഗ്ലാസുകളുടെ ഒരു കത്തീഡ്രലിലാണ്. കത്തീഡ്രൽ ഈസ് എ ഹൈ ചർച്ച്. ആരാധനയ്ക്ക് വന്നവർ പോയതിനു ശേഷവും ഞാൻ അവിടെ മുട്ടിന്മേൽ നിന്നു. എൻ്റെ രണ്ടും കൈയും അവിടുത്തെ പരിശുദ്ധ ജലത്തിൽ മുക്കി എൻ്റെ നെഞ്ചിൽ ഞാൻ കുരിശു വരച്ചു. അവിടെയുള്ള പ്യൂവിൽ, ഇറ്റ് ഈസ് എ വുഡൻ പ്യൂ. വാട്ട് ഈസ് എ പ്യൂ? എ കമ്പാർട്ട്മെൻറ്റ് ഇൻ ആൻ ഓഡിറ്റോറിയം ഓഫ് ദ ചർച്ച് പ്രൊവൈഡിങ് സീറ്റ്സ് ഫോർ സെവറൽ പേഴ്സൺസ്. മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിക്കുവാൻ വേണ്ടി പള്ളികളിലുള്ള ഒരു മരം കൊണ്ടുണ്ടാക്കിയ പലകയാണ് വുഡൻ പ്യൂ. ഞാൻ പ്യൂവിൽ മുട്ടുകുത്തിയപ്പോൾ എൻ്റെ ചെറിയ ശരീരം ഒരു ചോദ്യം ചിഹ്നം പോലെ തോന്നിച്ചു. ഞാൻ ജീസസിനോട്, കർത്താവിനോട് എന്നെ ഫിക്സ് ചെയ്യുവാനായി പ്രാർത്ഥിച്ചു. എൻ്റെ ശരീരം ഫിക്സ് ചെയ്യൂ എന്ന് പ്രാർത്ഥിച്ചു. പക്ഷേ അവിടെ നിന്നും ഉത്തരമൊന്നും ലഭിച്ചില്ല. ഞാനപ്പോൾ നിശബ്ദനായി. എൻ്റെ പാപങ്ങളെല്ലാം പഞ്ചസാര നാവിൽ അലിയുന്നത് പോലെ ഉരുകിപ്പോയി എന്ന് ഞാൻ സമാധാനിച്ചു. അങ്ങനെ ഞാൻ ആശ്വസിച്ചു. പക്ഷേ എൻ്റെ നാണക്കേട് എന്നിൽ തുടർന്നുകൊണ്ടേയിരുന്നു. എന്നെ എൻ്റെ വിശുദ്ധിയിലേക്ക് കൊണ്ടുവരുവാൻ എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു, ഞാനൊരു അത്ഭുതമാണ്. എനിക്ക് എങ്ങനെ വേണമെങ്കിലും വളരാം. അപ്പോൾ ഞാനൊരു ആൺകുട്ടിയാകുവാൻ തീരുമാനിച്ചു. വളരെ ആകർഷണമുള്ള ഒരാളായിരുന്നു ഞാൻ. എനിക്ക് നല്ല ചിരിയും ഉണ്ടായിരുന്നു. അന്നത്തെ ആൺകുട്ടികൾ ഇടുന്നത് പോലെ മുട്ടുകാലിൻ്റെ അവിടെ ചെറിയൊരു കഷ്ണം വെട്ടിക്കളഞ്ഞ ട്രൗസറുകൾ ഞാൻ ധരിച്ചു. എൻ്റെ ലക്ഷ്യവുമായി ഞാനന്ന് ഒളിച്ചു കളിക്കുകയായിരുന്നു. What do you mean by to fix me? To fix me means to assign to a specific gender role. അവിടെ താൻ ഒരു പുരുഷനാണോ സ്ത്രീയാണോ എന്ന് അറിയാത്ത ഒരു കൺഫ്യൂഷനിലാണ് ആ ഒരു കുട്ടി അവിടെ പ്രാർത്ഥിക്കുവാൻ വേണ്ടി ആ പള്ളിയിൽ ചെന്നിരിക്കുന്നത്. ടു അസൈൻ ടു എ സ്പെസിഫിക് ജെൻഡർ റോൾ. അതിലേതെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ജെൻഡർ റോളിലേക്ക് തന്നെ ഉൾക്കൊള്ളിക്കാൻ വേണ്ടിയാണ് അവിടെ അവൾ പ്രാർത്ഥിക്കുന്നത്. ആൻഡ് വാട്ട് യു മീൻ ബൈ ലിംഗേർഡ്? Lingered means staying in a place longer than usual or expected because of the reluctant to leave. ഒരു സ്ഥലത്ത് തന്നെ തുടർന്ന് നിൽക്കുക. അവിടെ നിന്നും വിട്ടു പോകേണ്ട സമയം അതിക്രമിച്ചതിന് ശേഷവും അവിടെ തന്നെ തുടരുന്നതിനെയാണ് ലിംഗറിങ് എന്ന് പറയുന്നത്. ആൻഡ് വാട്ട് യു മീൻ ബൈ സ്നാപ്പ് ബാക്ക്? സ്നാപ്പ് ബാക്ക് മീൻസ് എ സഡൻ റീബൗണ്ട് ഓർ ചേഞ്ച് ഇൻ ഡിറക്ഷൻ. സ്നാപ്പ് ബാക്ക് എന്ന് പറയുന്നത് പെട്ടെന്നുണ്ടാകുന്ന ഒരു മനസ്സിൻ്റെ ഒരു വെട്ടിത്തിരിയലാണ്. ഒരു പ്രത്യേക രീതിയിലേക്ക് മനസ്സ് മുന്നോട്ട് പോകുന്നതിനാണ് സ്നാപ്പ് ബാക്ക് എന്ന് പറയുന്നത്. ക്ലിയർ? The next section, the winner to a game the other kids couldn't play.
I was a mystery of an anatomy, a question asked but not answered, tight-trooping between awkward boy and apologetic girl, and I was turned 12. The boy faces wasn't deemed cute anymore. It was met with nostalgic aunts who missed seeing my knees in the shadows of the skirt, who reminded me that my kind of attitude would never bring a husband home, that I exist for heterosexual marriage and childbearing, and I swallowed their insults along with their slurs. Naturally, I did not come out of the closet. The kids at my school opened it without my permission, called me by a name I did not recognize, said lesbian, and I was more boy than girl, more Ken than Barbie. മറ്റുള്ള കുട്ടികൾക്ക് കളിക്കാൻ പറ്റാത്ത ഒരു കളിയിലായിരുന്നു ഞാൻ. അതിലെ വിജയിയുമായിരുന്നു. എൻ്റെ ശരീരം വിവരിക്കാൻ പറ്റാത്ത ഒരു നിഗൂഢ രഹസ്യമായിരുന്നു. എൻ്റെ ശരീരം ശരീരശാസ്ത്രത്തിന് പോലും വിവരിക്കാൻ പറ്റാത്ത ഒരു നിഗൂഢ രഹസ്യമായിരുന്നു. കാരണം ഞാൻ മുഴുവനായ ഒരു ആൺകുട്ടിയോ ഒരു പെൺകുട്ടിയോ ആയിരുന്നില്ല. എന്തുകൊണ്ടാണിങ്ങനെ എന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചേക്കാം. പക്ഷേ അതിനൊരു ഉത്തരം എനിക്കില്ല. എനിക്ക് 12 വയസ്സായപ്പോഴാണ് ആൺകുട്ടികളുടെ കാലഘട്ടം നന്നായി നടന്നില്ല. എന്നെ സ്നേഹിക്കുന്ന കുറച്ച് ആൻറ്റിമാർ അവരെന്നെ സ്കേർട്ട് ധരിക്കാനായി പറഞ്ഞു. നിന്റെ തന്നെ ഈ ഒരു ചിന്താഗതിയുമായി തുടർന്നുകൊണ്ടേയിരുന്നാൽ നിനക്കൊരു നല്ല ഭർത്താവിനെ ലഭിക്കുകയോ നിനക്കൊരു കുട്ടികളുണ്ടാവുകയോ ഒരു കൃത്യമായ ഒരു പെണ്ണായി ജീവിക്കാൻ കഴിയുകയോ നിനക്കില്ല എന്ന് അവർ എന്നെ പലപ്പോഴായി ഓർമ്മിപ്പിച്ചു. ചിലപ്പോൾ അവരെന്നെ പരിഹസിക്കും, ചിലപ്പോൾ അവർ എന്നെ കുറ്റപ്പെടുത്തുകയും ചെയ്തു. പക്ഷേ എൻ്റെ സത്യം വെളിപ്പെടുത്തുവാൻ ഞാൻ തയ്യാറായില്ല. സ്കൂളിലെ ചില കുട്ടികൾ എൻ്റെ കാര്യങ്ങൾ കൂടുതലായി മനസ്സിലാക്കാൻ ശ്രമിക്കാതെ അവരെനിക്കൊരു പേര് വിളിച്ചു, ലെസ്ബിയൻ എന്ന്. പക്ഷേ ഞാൻ പെൺകുട്ടിയേക്കാൾ കൂടുതൽ ഒരു ആൺകുട്ടിയായിരുന്നു. ഞാൻ ബാർബിയേക്കാളും ഒരു കെൻ ആയിരുന്നു. Here we can see heterosexual. The term heterosexual. What do you mean by heterosexual? Heterosexual എന്ന് പറയുന്നത് പുരുഷനായും സ്ത്രീയായിട്ടും ഉള്ള അവസ്ഥയാണ്. അല്ലെങ്കിൽ പുരുഷൻ സ്ത്രീയോട് ആഭിമുഖ്യം പുലർത്തുന്നു, അല്ലെങ്കിൽ സ്ത്രീ പുരുഷനോട് ആഭിമുഖ്യം പുലർത്തുന്ന ആ ഒരു രീതിയാണ് ഹെട്രോസെക്ഷൽ എന്ന് പറയുന്നത്. ഹിയർ ഹെട്രോസെക്ഷൽ മാരേജുകളെ കുറിച്ചാണ് ഇവിടെ അവർ പറയുന്നത്. ആൻഡ് വാട്ട് ഡു യു മീൻ ബൈ കം ഔട്ട് ഓഫ് ക്ലോസറ്റ്? ഇത്തരത്തിൽ ഈ ജെൻഡർ വേരിയേഷൻ ഉണ്ടാകുന്ന ആളുകൾ അവരൊരു തുറന്നു പറച്ചിലിൽ ആ ഒരു സ്റ്റേജിലേക്ക് എത്തും. അതായത് തങ്ങളുടെ ജെൻഡർ ഇന്നേതാണ് എന്ന തുറന്നു പറച്ചിലിലേക്ക് മുന്നിട്ടിറങ്ങുന്നതിനെയാണ് കമ്മിങ് ഔട്ട് ഓഫ് ക്ലോസറ്റ് എന്ന ഒരു പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. Clear? And here the person is saying the people assigned me a name and they called me and insulted me by using a term without his or her permission. They called this person lesbian, but inside that person's mind he's saying I was more a boy. She's thinking like I was a boy than a girl. ഞാൻ ഒരു പെൺകുട്ടി അല്ല, ഉള്ളിലൊരു ആൺകുട്ടിയാണ് എന്ന് മനസ്സിലാക്കുകയാണ്. അതുകൊണ്ട് തന്നെ അതിനൊരു എക്സാമ്പിളായിട്ട് ഈ കവിതയിൽ തന്നെ പറയുകയാണ് മോർ എ കെൻ ദാൻ ബാർബി. യു നോ വാട്ട് ഇസ് കെൻ ആൻഡ് ബാർബി? ദേ ആർ ദ ഡോൾസ്, അല്ലേ? യെസ്. It had nothing to do with hating my body. I just love it enough to let it go. I treat it like a house, and when your house is falling apart, you do not evacuate. You make it comfortable enough to house all your insides. You make it pretty enough to invite guests over. You make the floorboards strong enough to stand on. ഞാൻ ആരെയും തന്നെയും വെറുത്തില്ല. കാരണം എങ്ങനെയാണോ ഞാനുള്ളത് അതിൽ ഞാൻ സന്തുഷ്ടനാണ്. എൻ്റെ ശരീരത്തെ ഞാനൊരു വീടായി കണ്ടു.
അതിനെ പരിപാലിച്ചു. വീട് പൊളിയുമ്പോൾ അല്ലെങ്കിൽ കേടുപാട് സംഭവിക്കുമ്പോൾ നിങ്ങൾ ആ വീട്ടിൽ നിന്നും ഓടിപ്പോവുകയല്ലല്ലോ ചെയ്യുന്നത്. അതെങ്ങനെയെങ്കിലും അതിനകത്തു നിന്ന് തന്നെ സുരക്ഷിതമാക്കുവാനല്ലേ ശ്രമിക്കുക. അതിഥികളെ അങ്ങോട്ട് വിളിക്കുവാൻ തരത്തിൽ ആ വീടിനെ നമ്മൾ സൗന്ദര്യമുള്ളതാക്കും. അതിനുള്ളിൽ നിൽക്കാൻ തക്കവിധം നിങ്ങൾ ഫ്ലോർ ബോർഡുകൾ അല്ലെങ്കിൽ നിൽപ്പ് പലകകൾ ചിട്ടപ്പെടുത്തും, അല്ലെങ്കിൽ അതിനെ ശക്തിപ്പെടുത്തും. നിങ്ങളവിടെ വീഴരുതല്ലോ. My mother fears I have named myself after fading things, and she counts the echoes left behind by Maya Hall, Leila Akon, Blake Brockington. She fears that I will die without a whisper, that I will turn into "what a shame" conversation at the bus stop. She claims I have turned myself into a Muslim, that I am a walking casket. News headlines have turned my identity into spectacle. Bruce Jenner on everyone's lips, while the brutality of the living in this body becomes an asterisk at the bottom of equality pages. എൻ്റെ മാതാവ് ചിന്തിക്കുന്നത് മരിച്ചുപോയ ആരുടെയൊക്കെയോ പേരാണ് ഞാൻ എനിക്കിടുന്നത് എന്നാണ്. അമ്മ ഓർക്കുന്നത് ട്രാൻസ്ജെൻഡേഴ്സായ മ്യൂ ഹാൾ, ലീല അൽക്കോൺ, ബ്ലേഡ് ബ്രക്കിംഗ്ടൺ മുതലായവരെയാണ്. അതിൽ ചിലർ ആത്മഹത്യ ചെയ്തു, ചിലരെ വെടിവെച്ചു കൊന്നു. അമ്മയുടെ വിചാരം അവരെ പോലെ ഞാനും മരിക്കുമെന്നാണ്. അപ്പോൾ ബസ് സ്റ്റോപ്പിൽ വെച്ച് ഒക്കെ ആളുകൾ എന്നെപ്പറ്റിയും എന്തൊക്കെ ഒരു നാണക്കേടാണിത്, എന്ത് നാണം കെട്ട ജന്മം എന്നുള്ള രീതിയിലൊക്കെ അവരെന്നെ പേര് വിളിച്ച് കളിയാക്കി. അമ്മ പറയുന്നത് ഞാൻ എന്നെ തന്നെ ഒരു നല്ലൊരു ശവകുടീരമാക്കി മാറ്റി എന്നാണ്. ഞാൻ നടക്കുന്ന ഒരു ശവപ്പെട്ടിയാണ്. ഐ എം എ വാക്കിംഗ് കാസ്കറ്റ്. മാധ്യമങ്ങളുടെ തലക്കെട്ടുകളിൽ ട്രാൻസ്ജെൻഡേഴ്സിനെ ഒരു കാഴ്ച വസ്തുവായി മാറ്റുന്നു. എല്ലാവരും അപ്പോൾ ബ്രൂസ് ജെന്നിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. ഈ ശരീരത്തിൽ ജീവിക്കുന്നത് ഒരു വലിയ ക്രൂരതയാണ്. ന്യൂസ് പേപ്പറുകളിലും മാഗസീനുകളിലും ലിംഗസമത്വത്തെപ്പറ്റി സംവാദങ്ങൾ നടക്കുമ്പോൾ എന്നെപ്പോലെയുള്ളവരെ വിട്ടുകളയുന്നു. കാരണം ഞാൻ പുരുഷനായോ സ്ത്രീയായോ പൂർണ്ണ അർത്ഥത്തിൽ ആയിട്ടില്ലായിരുന്നു. No one ever thinks of us as human, because we are more ghost than flesh, because people fear that my gender expression is a trick, that it exists to be perverse, that it ensnares them without their consent, that my body is a feast for their eyes and hands, and once they have fed off my cure, they will regurgitate all the parts that they did not like. എന്നെപ്പോലെയുള്ളവർ മനുഷ്യരാണെന്ന് പോലും ആരും ചിന്തിക്കുന്നില്ല. ഞങ്ങൾ മനുഷ്യരല്ല, ഭൂതങ്ങളാണ് എന്നാണ് അവരുടെ വിചാരം. അവർ വിചാരിക്കുന്നത് ഞങ്ങളുടെ ജെൻഡർ അഭിനയിക്കുകയാണ് എന്നാണ്. അങ്ങനെ അഭിനയിച്ചുകൊണ്ട് ഞങ്ങൾ അവരുടെ അനുവാദം കൂടാതെ തന്നെ ഞങ്ങളുടെ വലയിൽ വീഴ്ത്തുമോ എന്നാണ് അവരുടെ ഭയം. അവരുടെ കണ്ണുകൾക്കും കൈകൾക്കും ഞങ്ങളൊരു ആഘോഷമാണ്. വയറ് നിറയെ തിന്നു കഴിയുമ്പോൾ അവർക്ക് വേണ്ടതെല്ലാം അവർ ഛർദ്ദിച്ചു കളയും. They will put me back into a closet, hang me with all other skeletons. I will be best attraction. Can you see how easy it is to talk people into coffins, to misspell their names on gravestone, and people still wonder why there are boys rotting. They go away in high school hallways. They are afraid of becoming another hashtag in a second, afraid of classroom discussions becoming like Judgment Day, and now oncoming traffic is embracing more transgender children than parents. അവരെന്നെ എല്ലാ സ്കെലറ്റനുകളെ പോലെയും കൂടെ ഒരു ക്ലോസറ്റിലാക്കി തൂക്കും, ഒരു ചില്ലുകൂടിനുള്ളിൽ തൂക്കും. ഞാനായിരിക്കും ആ ചില്ലുകൂട്ടിലെ ഏറ്റവും വലിയ ആകർഷണം. പറഞ്ഞ് പറഞ്ഞ് ആളുകൾ ശവപ്പെട്ടിയിൽ ആക്കുവാൻ വളരെ എളുപ്പമാണ്. ശവകുടീരത്തിൽ വയ്ക്കുന്ന കല്ലുകളിൽ പോലും അവരവരുടെ സ്പെല്ലിംഗ് പോലും തെറ്റിച്ചെഴുതും.
ട്രാൻസ്ജെൻഡർ കുട്ടികൾ ഹൈസ്കൂളിലാകുമ്പോൾ തന്നെ അവർക്ക് പേടിയാണ്. അവർ ഒരു സെക്കൻഡിൽ വേറെ ഒരു ഹാഷ്ടാഗായി മാറുമോ എന്ന ക്ലാസ് റൂം സംവാദങ്ങൾ അവരെ സംബന്ധിച്ചിടത്തോളം അന്ത്യവിധി നാളുകളെ പോലെയാണ്. സമൂഹം ട്രാൻസ്ജെൻഡേഴ്സിനെ കൂടുതലായി ഇപ്പോൾ സ്വീകരിക്കുന്നുണ്ട്. ഈ ഒരു സ്റ്റാൻസയിൽ അവരുടെ ഐഡൻറ്റിറ്റി ആളുകൾ അംഗീകരിക്കുന്നില്ല എന്നുള്ള രീതിയിൽ ഒരു വിമർശനം ലീ മെക്കോബെ നമുക്ക് മുന്നിൽ വയ്ക്കുന്നു. ഒരു സ്കെലറ്റനായി കഴിഞ്ഞാൽ ലോകത്തെല്ലാവരും ഒരുപോലെയാണ്. എങ്കിലും ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള വ്യക്തികളെ പറഞ്ഞ് അവർ കൊലയ്ക്ക് കൊടുക്കുന്നു എന്നിവിടെ അവർ പ്രതിപാദിക്കുന്നു. അതുപോലെ അവരുടേതായിട്ടുള്ള ഐഡൻറ്റിറ്റി ഇല്ലാതെയാക്കുവാൻ പലരും ശ്രമിക്കുന്നുണ്ട് എന്ന് പറയുന്നു. അതുകൊണ്ടാണ് മിസ്പെൽ ദെയർ നെയിംസ് ഓൺ ഗ്രേവ് സ്റ്റോൺ എന്ന് പറയുന്നത്. ശവക്കല്ലറയിൽ അവരുടെ പേര് തെറ്റായി എഴുതി ചേർക്കുന്നു. അവരുടെ ഐഡൻറ്റിറ്റി മാറ്റിയത് സമ്മതിക്കാതെ അവിടെ മറ്റൊരു പേര് എഴുതി ചേർക്കുന്നു എന്നെല്ലാം അവരവിടെ വിമർശിക്കുന്നുണ്ട്. ഒരു ഹാഷ്ടാഗായി മാറുമോ എന്നും ആളുകൾ ഭയപ്പെടുന്നു എന്ന് പറയുന്നു. വാട്ട് യു മീൻ ബൈ ഹാഷ്ടാഗ്? വി നോ when we use social media platforms the word or phrase presiding by the hash sign used on social media website and application to identify a message on a regular topic. ഒരു കൃത്യമായ ഒരു ടോപ്പിക്കിൻ്റെ ഭാഗമായി ഹാഷ്ടാഗ് ഉപയോഗിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയകളിലൊക്കെ പോസ്റ്റ് ചെയ്യുന്നതിനാണ് ഹാഷ്ടാഗിങ് എന്ന് പറയുന്നത്. അത്തരത്തിലൊരു ഹാഷ്ടാഗായി മാറുമോ എന്ന് ഭയപ്പെടുകയാണ് ആളുകൾ എന്ന് ഇവിടെ ലീ മെക്കോബെ അഭിപ്രായപ്പെടുകയാണ്. I wonder how long it will be before the trans suicide notes start to feel redundant, before we realize that our bodies became lessons about sin, way before we learn how to love them. Like God didn't save all this breath and mercy, like my blood, it not the wine that washed over Jesus' feet. My prayers are now getting stuck in my throat. Maybe I am finally fixed. Maybe I just don't care. Maybe God finally listened to my prayer. ട്രാൻസ്ജെൻഡറുകളുടെ ആത്മഹത്യാ പ്രവണത ഇന്നും നിലനിൽക്കുന്നു. അത് എത്ര നാൾ നീണ്ടുപോകും എന്നെനിക്കറിയില്ല. ഞങ്ങൾ ട്രാൻസ്ജെൻഡേഴ്സിനായതുകൊണ്ട് ഞങ്ങളിൽ പാപം കൊണ്ടല്ല. ഞങ്ങൾ ഞങ്ങളുടെ ശരീരത്തിനെ സ്നേഹിക്കണം. ഞാൻ ദൈവത്തോട് പലപ്പോഴും അത് പ്രാർത്ഥിച്ചിട്ടുണ്ട്. പക്ഷേ അവിടെ നിന്നും എനിക്ക് ഒരു ദയയും ലഭിച്ചില്ല. ജീസസിൻ്റെ, യേശുക്രിസ്തുവിൻ്റെ കാലു കഴുകിയ വീഞ്ഞു പോലെയല്ല എൻ്റെ ചോര. എനിക്കിനി പ്രാർത്ഥിക്കാൻ കഴിയില്ല. പ്രാർത്ഥന എൻ്റെ തൊണ്ടയിൽ കുരുങ്ങി നിൽക്കുകയാണ്. ഒരു പക്ഷേ ഞാൻ അങ്ങനെ ആയിരിക്കും. ഈ ഒരു രീതിയിൽ തന്നെ നിലനിൽക്കുവാനായിരിക്കും ദൈവത്തിനിഷ്ടം. ഞാൻ ഇനിമേൽ അതിനെപ്പറ്റി വേവലാതിപ്പെടുന്നതേയില്ല. ഒരു പക്ഷേ ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ട് കാണും. അതുകൊണ്ടായിരിക്കാം ഞാൻ ഈ സ്ഥിതിവിശേഷം സ്വീകരിക്കാൻ തയ്യാറാകുന്നത്. And this is the beautiful poem, a slam poem especially, written by Lee Mokobe. Here we can see some terms which are very much inclined to Bible. The terms like the judgment day. What is a judgment day? According to Christianity, the day the world ends and everyone is required to stand upon a final verdict. അന്ത്യനാളുകളെക്കുറിച്ചാണ് ജഡ്ജ്മെൻറ്റ് ഡേയിൽ പറയുന്നത്. ഒരു ക്രിസ്ത്യൻ വിശ്വാസപ്രകാരം ലോകാവസാനത്തിന് ശേഷം ദൈവം നന്മ ചെയ്തവരെ സ്വർഗത്തിലേക്കും തിന്മ ചെയ്തവരെ നരകത്തിലേക്കും അയക്കുന്ന ആ ഒരു ഫൈനൽ വേർഡിക്റ്റിന് വേണ്ടി കാത്തിരിക്കുന്ന അവസാന ദിനമാണ് ജഡ്ജ്മെൻറ്റ് ഡേ. ആൻഡ് വി ക്യാൻ സീ അനദർ ടേം, wash Jesus' feet. What does that means? A sinful woman in the town washed Jesus' feet at the residence of rich Pharisee. The speaker brings a comparison between a sinful woman in the Bible and oneself. The line indicates the pessimism of the transgender woman. Those prayers are unanswered. യേശുക്രിസ്തുവിൻ്റെ കാലു കഴുകിയ ഒരു സ്ത്രീ
പാപിയായ ഒരു സ്ത്രീയുടെ കഥയുമായി ബന്ധപ്പെടുത്തിയാണ് ഇവിടെ വാഷ് ജീസസ് ഫീറ്റ് എന്ന് പറയുന്നത്. ആ പാപിയെ പൊറുക്കുന്ന ദൈവത്തെയാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. പക്ഷേ ഇവിടെ ട്രാൻസ്ജെൻഡർ സമൂഹം അത്തരത്തിലുള്ള ഒരു പാപിയായി ജനങ്ങൾ കാണുന്നു. അവരുടെ പ്രാർത്ഥന ദൈവം കേൾക്കാതെ പോകുന്നു. ആ ഒരു വിഷമമാണ്, ആ ഒരു വിഷമം കാണിക്കുവാൻ വേണ്ടിയാണ് വാഷ് ജീസസ് ഫീറ്റ് എന്ന് ഇവിടെ ആ കവിതയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. And now we will discuss the major poetic devices used in this poem. What are the major poetic devices in this poem? The first one is the run-on line. What do you mean by run-on line? The lines in the poem takes many lines to finish. ഒരുപാട് വരികളിലൂടെ എഴുതി അവസാനിപ്പിക്കുന്ന ഒരു വലിയ നീണ്ട കവിതകളെയാണ് റൺ-ഓൺ ലൈൻസ് എന്ന് പറയുന്നത്. ക്ലിയർ? ആൻഡ് വി ക്യാൻ സീ ദ പോയം ഈസ് എ ഇറഗുലർ പോയം. കൃത്യമായി വരികൾക്ക് എണ്ണം നിശ്ചയപ്പെടുത്താതെ കൃത്യമായി വരികൾ എണ്ണി അതുപോലെ തന്നെ ഫോളോ ചെയ്യുന്ന ഒരു റെഗുലർ പാറ്റേൺ ഇല്ലാത്തൊരു കവിതയാണ് വാട്ട് ഇറ്റ്സ് ലൈക്ക് ടു ബി ട്രാൻസ്ജെൻഡർ എന്നത്. അതുകൊണ്ട് തന്നെ ദിസ് ഇസ് എ പോയം വിച്ച് ഇസ് ഹാവിങ് irregular stanzas, and this is a slam poem. You know it. What do you mean by a slam poem? The poem recited by the poet in a competition. കവിത എഴുതിയ ആൾ തന്നെ ഒരു കോമ്പറ്റീഷന് വേണ്ടി, അത് മത്സര ആവശ്യങ്ങൾക്ക് വേണ്ടി, മത്സരത്തിന് ആലപിക്കുന്ന കവിതകളെയാണ് സ്ലാം പോയംസ് എന്ന് പറയുന്നത്. ഓക്കെ, പ്രധാനപ്പെട്ട രണ്ട് പോയറ്റിക് ഡിവൈസസ് കൂടി ഈ ഒരു കവിതയിലുണ്ട്. ഏതെല്ലാമാണ്? ഫസ്റ്റ് വൺ ഇസ് സിമിലി. What do you mean by simile? ലൈക്ക് അല്ലെങ്കിൽ ആസ് എന്നത് ഉപയോഗിച്ചുകൊണ്ട് ഒന്നിനെ മറ്റൊന്നുമായി താരതമ്യം ചെയ്യുന്നതിനെയാണ് സിമിലി എന്ന് പറയുന്നത്. What are the major similes used in this poem? The first one is my tiny body dropping like a question mark. അവിടെ തൻ്റെ ശരീരം ഒരു ക്വസ്റ്റ്യൻ മാർക്ക് പോലെ ആയി മാറിയിരിക്കുന്നു. ലൈക്ക് എ ക്വസ്റ്റ്യൻ മാർക്ക് എന്ന് പറയുന്നുണ്ട്. സോ ഇറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഫോർ സിമിലി. And the second example is dissolve like sugar in my mouth. പഞ്ചസാര പോലെ നാവിൽ അലിയുന്നത് like sugar in my mouth, which is an example for simile. Clear? And the second one is alliteration. അടുത്തടുത്തുള്ള വാക്കുകളിൽ ഒരു കോൺസണന്റ് സൗണ്ട് റിപ്പീറ്റ് ചെയ്തു വരുന്നുണ്ട് ഒരു ലൈനിൽ എങ്കിൽ അതിനെ alliteration എന്ന് പറയും. The repeated consonant sound appearing in a single line of a poem. We call it alliteration. For example, in this poem we can see examples for alliteration which are husband, home. H എന്ന സൗണ്ട് അവിടെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ? Husband's home. One more example is there. Finally fixed. F എന്ന സൗണ്ട് അവിടെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഫൈനലി ഫിക്സ്ഡ്. ക്ലിയർ? These are the major poetic devices that you can find in this particular slam poem titled What It's Like to Be Transgender. Thank you for listening. Have a nice day.